നടപടികൾ നിർത്തിവയ്ക്കുന്നതിനുള്ള ഉപക്ഷേപം. ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും ജോലിഭാരവും നിമിത്തം പാറശാല സ്വദേശി മദനകുമാർ ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ PC വിഷ്ണുനാഥ്, P ഉബൈദുള്ള, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, തിരുവനന്തപുരം പരശുവക്കൽ സ്വദേശിയും സിവിൽ പോലീസ് ഓഫീസറുമായ മദനകുമാറിനെ 24/6/2024 ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ നിലയിൽ കാണപ്പെടുകയുണ്ടായി. സംഭവത്തിൽ പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ ക്രൈം 828/24 കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിച്ചു വരുന്നു. ഇദ്ദേഹത്തിന് കുടുംബ പ്രശ്നമുള്ളതായും കുറച്ച് നാളുകളായി കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും ഒപ്പം ജോലിയിൽ നിന്നും വിട്ടുനിന്നിരുന്നതായും അറിവായിട്ടുണ്ട്. സേനാംഗങ്ങൾക്കിടയിലെ ആത്മഹത്യകൾക്കുള്ള കാരണങ്ങളിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടാതെ ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന മാനസിക സംഘർഷങ്ങളുമാണെന്നാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ആത്മഹത്യകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ആധുനിക കാലത്ത് തൊഴിലിടങ്ങളിൽ ജീവനക്കാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നിലനിൽക്കുന്നത്. മാറിയ ജീവിത നിലവാരവും ജീവിതശൈലിയും സമൂഹത്തിൽ വരുത്തിയ മാറ്റം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലും പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. തിരക്കേറിയ ജീവിതവും തുറന്ന ആശയവിനിമയത്തിൻ്റെ അഭാവവും ആളുകളിൽ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കാനിടയാക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും പോലീസ് വകുപ്പും സർക്കാരും നിരവധി കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. 2017 ആരംഭിച്ച ഹാറ്റ്സ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് സംവിധാനം വഴി മാനസിക സംഘർഷം നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൗൺസിലിങ്ങും യോഗ ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടികളും നടത്തി വരുന്നു. ജില്ലാതലത്തിൽ കൗൺസിലർമാരെയും സൈക്കോളജിസ്റ്റുകളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കുടുംബ കൗൺസിലിംഗ് സംവിധാനങ്ങൾക്കായി ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻറ്റർ DCRC പ്രവർത്തിച്ചു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നുണ്ട്. സർ, സ്റ്റേഷനുകളിൽ തുറന്ന ആശയവിനിമയത്തിനായും വിവിധ കാരണങ്ങളാലുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മെൻറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 104 വ്യവസ്ഥ പ്രകാരമുള്ള പോലീസ് വെൽഫെയർ ബ്യൂറോ രൂപീകരിച്ചിട്ടുണ്ട്. സേനാംഗങ്ങളുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ഗുരുതരമായ അസുഖങ്ങളുടെയും അപകടങ്ങളുടെയും സന്ദർഭത്തിൽ ചികിത്സക്കായി 3 ലക്ഷം രൂപ വരെ ഗ്രാൻറ്റായും 3 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായും അനുവദിച്ചു വരുന്നു. സർവീസിലിരിക്കെ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ 1 ലക്ഷം രൂപ വരെയും ഡ്യൂട്ടിയിലിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും ധനസഹായമായി അനുവദിക്കുന്നു. ഇതിനു പുറമെ കേരള പോലീസ് എമനിറ്റി ഫണ്ടും നിലവിലുണ്ട്. അർഹമായ ലീവുകൾ നൽകുന്നതിനും വീക്ക്ലി ഓഫ് നിർബന്ധമായി നൽകുന്നതിനും സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക സർക്കുലർ മുഖാന്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മദ്യപാനശീലമുള്ളവരെ ലഹരിമുക്തരാക്കുന്നതിന് പ്രത്യേകം കർമ്മ പദ്ധതികൾ അഡിക്ഷൻ സെൻ്ററുകളെയും സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളെയും സഹകരിപ്പിച്ച് നടത്തി വരുന്നു. സേനാംഗങ്ങളുടെ പരിശീലന കാലയളവിൽ തന്നെ സാമ്പത്തിക അച്ചടക്കം സംബന്ധിച്ചും ആയോധന കലകളിലുള്ള പരിശീലനവും വഴി മനോബലം വർദ്ധിപ്പിക്കുന്ന നടപടികളും മാനസിക പിരിമുറുക്കം കുറക്കുന്നതിന് പ്രത്യേക പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. പോലീസ് സേനയ്ക്കിടയിൽ
8 മണിക്കൂർ ജോലി എന്നത് അത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ ഇത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. തിരക്കേറിയ പ്രധാനപ്പെട്ട 52 സ്റ്റേഷനുകളിൽ ഇതിനകം ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. സംസ്ഥാനത്തെ പുതിയ 13 പോലീസ് സ്റ്റേഷനുകളും 19 സൈബർ പോലീസ് സ്റ്റേഷനുകളും 4 വനിതാ പോലീസ് സ്റ്റേഷനുകളും ആരംഭിച്ചിട്ടുണ്ട്. കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും വേർതിരിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. മുൻ LDF സർക്കാരിൻ്റെ കാലം മുതൽ ഈ വർഷം മാർച്ച് 31 വരെ 5670 പോലീസിൽ വിവിധ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ജോലിഭാരം കുറച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരാണ് സേനയിലേക്ക് പുതുതായി എത്തിച്ചേരുന്നത്. ഇവരുടെ സേവനം അതത് മേഖലയിലെ കുറ്റാന്വേഷണങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും വിനിയോഗിക്കാനാവുക എന്നത് പ്രധാനമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം യോഗ്യതയുള്ളവരെ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിതാവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന സംവിധാനമാണ് പോലീസ് ക്യാൻറ്റീൻ വഴി സേനാംഗങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. കമ്പോള വിലയിൽ നിന്ന് 30% വരെ വിലക്കുറവിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് ക്യാൻറ്റീൻ പ്രവർത്തനം GST നടപ്പാക്കിയതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നികുതി ഇളവ് ഒഴിവാക്കപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരുമായി ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഫലമായി നികുതി ഇളവ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്നതിന് സർക്കാരിൻ്റെ സഹായത്തോടെ കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയും ജില്ലാടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. നീതിബോധം, മനുഷ്യാവകാശ സംരക്ഷണം, സേവന തൽപരത, സാമൂഹിക പ്രതിബദ്ധത, ശാസ്ത്രീയ അന്വേഷണ രീതികൾ തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ പോലീസ് ഇന്ന് രാജ്യത്തിന് മാതൃകയാണ്. നിലനിൽക്കുന്ന ചില ദൗർബല്യങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസമാർജിക്കുന്നതിനും ഒപ്പം സേനാംഗങ്ങൾക്കിടയിൽ പൊതുവായ ജീവിത സാഹചര്യം കാത്തുസൂക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി വിഷ്ണുനാഥ്. സർ, പോലീസ് അതിക്രമങ്ങൾ നിരന്തരമായി സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലീസുകാരുടെ മേലുള്ള സർക്കാരിൻ്റെ അതിക്രമങ്ങൾ കാരണം സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത് അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയമാകുന്നത് ഒരുപക്ഷെ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. സർ, ആവശ്യത്തിന് സേനാ അംഗങ്ങളെ വിന്യസിക്കാതെ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് അട്രോസിറ്റിയാണ്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സാർ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 88 പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത്. സാർ, ഈ സമീപകാലത്ത് ജൂൺ 8-ന് സുധീഷ് ആലപ്പുഴ DHQവിലെ പോലീസുകാരനാണ്. ജൂൺ 11-ന് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ പോലീസുകാരൻ മധു, ജൂൺ 14-ന് വിഴിഞ്ഞം സ്റ്റേഷനിലെ പോലീസുകാരൻ കുരുവിള ജോർജ്, ജൂൺ 24 പാരശ സിറ്റി ട്രാഫിക്കിലെ മദനകുമാർ. സാർ, 6 ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. സാറ്, ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ സാർ, പോലീസുകാർ ആത്മഹത്യ ചെയ്തൊരു വിഷയം പറയുമ്പോൾ എന്തിനാണ് സാർ ഇവർ ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ പോലീസുകാർ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ DGPയുടെ ഒരു സർക്കുലർ ഉണ്ടായി സാർ, അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട്. അതിലൊരു നിർദ്ദേശമായിട്ട് പറഞ്ഞത് പോലീസുകാരിൽ യോഗ നടപ്പിലാക്കുമെന്നാണ് സാർ. സാർ, ഈ 16ഉം 18ഉം ചില സമയത്ത് 24 മണിക്കൂർ ഈ ഡ്യൂട്ടി നോക്കുന്ന ഈ പോലീസുകാരൻ സാർ, എവിടെയാണ് സാർ ഈ യോഗ ചെയ്യാൻ സമയം? സാർ, ഈ പാവപ്പെട്ട പോലീസുകാർക്ക് അതിനുള്ള യോഗമില്ല സാർ. സാർ, അതുകൊണ്ട് ഒരു ശരാശരി പോലീസ് സ്റ്റേഷന്റെ ചുമതലകളിൽ കേസന്വേഷണം, GD, സ്റ്റേഷൻ സെക്യൂരിറ്റി, ജീപ്പ് പട്രോളിംഗ്, ബൈക്ക് പട്രോളിംഗ്, റൈറ്റർ,
അസിസ്റ്റന്റ് റൈറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കോടതി ഡ്യൂട്ടി, തപാൽ ഡ്യൂട്ടി, തടവുകാരുടെ അകമ്പടി, പിക്കറ്റ് ഡ്യൂട്ടി, വാഹന പരിശോധന, ഗതാഗത നിയന്ത്രണം, VIP അകമ്പടി, പെറ്റി കേസെടുക്കുക, കുറ്റപത്രങ്ങളുടെ എണ്ണം, അതൊക്കെ ടാർജറ്റാണ്. പെറ്റി കേസ് ടാർജറ്റാണ്, കുറ്റപത്രങ്ങളുടെ എണ്ണം തികയ്ക്കൽ ടാർജറ്റാണ്, വാറണ്ട് നടപ്പാക്കൽ, പ്രതിയെ പിടിക്കൽ. ഇതുകൂടാതെയാണ് സാർ ജനമൈത്രി, SPC, പിങ്ക് പോലീസ്, വയോജന ഹെൽപ്പ് ഡെസ്ക്, ശിശു സൗഹാർദ്ദ ഡെസ്ക്. സാർ പുതിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും. പക്ഷേ പഴയ സ്ട്രെങ്തേ ഉള്ളൂ സാർ. പഴയ സ്ട്രെങ്തിലുള്ള പോലീസുകാർക്ക് ഈ അവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതിങ്ങനെ വീതം വെച്ച് പുതിയ പുതിയ ജോലികൾ കൊടുക്കുകയാണ് സാർ. അതുകൊണ്ട് 8 മണിക്കൂർ ജോലി എന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സാർ. 8 മണിക്കൂർ ജോലി നടപ്പിലാക്കണം. MK ജോസഫ് കമ്മീഷന്റെ ശുപാർശയാണ് 91 8 മണിക്കൂർ ജോലി അവർക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല സാർ. അതുപോലെ 174 ഡ്യൂട്ടി. ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അതേ എന്നോട് പറഞ്ഞത് ആഴ്ചയിൽ 3 174 കിട്ടും സാർ. ഈ 174 അങ്ങേക്ക് അറിയാമല്ലോ. ഈ 3-4 ദിവസം പഴകിയ മൃതശരീരങ്ങൾ അടച്ചുകൂട്ടിയ വീട്ടിൽ നിന്നൊക്കെ കണ്ടെത്തി അത് ചീഞ്ഞളിഞ്ഞ് ആ മൃതശരീരത്തിൻ്റെ മുൻപിൽ ഈ ദുർഗന്ധം സഹിച്ച് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഈ പോലീസുകാരൻ കാത്തിരിക്കണം സാർ. അവർക്ക് സമയത്തിന് ആഹാരമില്ല സാർ, അവർക്ക് ഉറക്കമില്ല സാർ. അങ്ങനെ ഈ പോലീസുകാരൻ്റെ ദുരിത ജീവിതം, ഈ പോലീസുകാരൻ്റെ നരക ജീവിതം ഇങ്ങനെ തുടരുകയാണ് സാർ. സാറ് ഇങ്ങനെയൊക്കെ ഞാൻ ഈ മേൽപ്പറഞ്ഞ ജോലികൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യണമെങ്കിൽ 59 പോലീസുകാർ വേണം സാർ. അതായത് 18 മണിക്കൂർ 59 പോലീസുകാർ ജോലി ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പം 59 പോലീസുകാർ 18 മണിക്കൂർ ജോലി ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് വീണ്ടും ഒരു 59 പോലീസുകാർ വേണം ആ സ്റ്റേഷൻ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഫലത്തിൽ 118 പോലീസുകാരുണ്ടെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ ജോലികൾ നിർവഹിച്ചുകൊണ്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സാർ ഒരു സത്യം അങ്ങ് മനസ്സിലാക്കണം, ഈ സഭ മനസ്സിലാക്കണം. ശരാശരി 44 പോലീസുകാരെ വെച്ചാണ് 118 പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത്. സാർ ഇതാണ് അമിത ഭാരം എന്ന് പറയുന്നത്. ഈ അമിത ഭാരമാണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സംഘർഷമാണ് അവരെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത്. ഈ സാഹചര്യത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സാർ. സാർ അംഗബലമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സേനയിലുള്ള രാഷ്ട്രീയ അതിപ്രസരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ ഈ അംഗബലമില്ല എന്ന് പറഞ്ഞതിന് തെളിവുണ്ട് സാർ. സാറ് അങ്ങയോട് ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിലുള്ള രേഖ എന്ന് പറഞ്ഞാൽ 20 ജില്ലാ പോലീസ് മേധാവിമാര് 20 പോലീസ് ജില്ലകളുടെ മേധാവിമാര് മുകളിലേക്ക് അയച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് സാർ. സാർ അതിൽ അവർ പറയുന്നുണ്ട്, ജില്ലാ പോലീസ് മേധാവികളുടെ റിപ്പോർട്ടാണ്. ഇപ്പം ഞാൻ അങ്ങയുടെ സെക്രട്ടേറിയറ്റിൽ അങ്ങയുടെ തൊട്ട് മുമ്പിലുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോലും അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന IOP 1, SI 5, ASI 3, SCPO 12, CPO 44, WSCPO 6, WCPO 8, ഡ്രൈവർ 2. സാറ് ഇത് അവർ അധികമായി ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ട്രെങ്ത് ആണ് സാർ. യഥാർത്ഥ സ്ഥിതി എന്താ? ആക്ച്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സാങ്ഷൻ സ്ട്രെങ്തിന്റെ പകുതി പോലും വരുന്നില്ല പല സ്റ്റേഷനിലും. അപ്പോഴാണ് ഇവർ ഈ പോലീസ് സേനയെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ജില്ലാ പോലീസ് മേധാവിമാർ സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാർ ഇവിടെ സാർ ഞാൻ സമയക്കുറവുണ്ട്, ചില ഫയൽ നമ്പർ പറയാം സാർ. P4 64 2023 ക്രിയേഷൻ ഓഫ് അഡീഷണൽ പോസ്റ്റ് ഹൈവേ പെട്രോൾ. P15 2022 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോർ പോസ്കോ കേസസ്. A2 275 സെക്യൂരിറ്റി ഫോർ ഹോസ്പിറ്റൽ. സാർ അത് പറയാൻ കാരണം വന്ദനാദാസ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ചങ്ങനാശ്ശേരിക്കാരിയായ ഒരു ഡോക്ടറെ കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ച് ഒരാൾ കുത്തിക്കൊന്നു. സാർ പിറ്റേ ദിവസം പ്രഖ്യാപനം ഉണ്ടായി, ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാരെ നിയോഗിക്കും. സാർ ഇതാ ഫയല്, സെക്യൂരിറ്റി ഫോർ ഹോസ്പിറ്റൽ. സാർ P4 462023. സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഇതെല്ലാം ധനകാര്യ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും കയ്യിലുള്ള ഫയലുകളാണ്. സാർ ഈ ഫയലുകളിൽ മേൽ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ അംഗബലമില്ല എന്ന പോലീസുകാരുടെ നിരന്തരമായ പരാതിക്ക് പരിഹാരം ഉണ്ടാകൂ. അങ്ങനെ മാത്രമേ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. സാർ അക്കാര്യത്തിൽ നടപടിയെടുക്കണം സാർ. സാർ ഇവിടെ അത് മാത്രമാണോ? ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്നും ആളെ എടുത്താണ് നമ്മൾ പുതുതായിട്ട് സൈബർ ഡിവിഷൻ ഉണ്ടാക്കിയത്.
ട്രാഫിക് സ്റ്റേഷനിലെ കേസുകൾ ഇപ്പോൾ ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റി. സാർ, ഈ സഭയിലെ അക്ബർ MLA അങ്ങ് സബ്മിഷന് മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി പുതിയ ട്രാഫിക് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നില്ല എന്ന്. സാർ, അപ്പോൾ ഈ കേസുകളും കൂടി ലോക്കൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിലവിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രയാസം അനുഭവിക്കുന്ന ഞെങ്ങി ഞെരുങ്ങി കഴിയുന്ന പോലീസുകാരുടെ തലയിലേക്ക് ഈ പുതിയ ഭാരം കൂടി അടിച്ചേൽപ്പിക്കുകയാണ്. സാർ, ഈ സ്റ്റേഷനുകളിൽ ഡ്രൈവർമാരുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ പാവം പോലീസുകാരോട് വണ്ടി എടുക്കാൻ പറയും. ഇവർ ഈ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റിയാലോ ഈ പോലീസുകാരൻ്റെ മേൽ നടപടിയായി 2 ഇൻക്രിമെന്റ് പറയുകയാണ്. ഡ്രൈവർമാരുടെ തസ്തിക ഉണ്ടായിട്ടും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് സാർ പ്രശ്നം. സാർ, ഇപ്പോൾ ഈ പഴയ അവസ്ഥയിലെത്തി. ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഫഹദിൻ്റെ. അതിൽ പറയുന്ന പോലെയാണ് ഈ വരുന്ന വാദിയോടും പ്രതിയോടും പറയാണ് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരണം, സ്റ്റേഷനറിക്ക് പൈസ കൊടുക്കുന്നില്ല. സാർ, സ്റ്റേഷനറി ഇപ്പോൾ വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്നും വാങ്ങിപ്പിക്കുകയാണ്, കാർബൺ പേപ്പറും ഇതുമല്ല. ഞാൻ 2-3 പോലീസ് സ്റ്റേഷനിൽ പോയി സാർ, ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. കൊടുത്ത കമ്പ്യൂട്ടറൊന്നും വർക്ക് ചെയ്യുന്നില്ല സാർ. പോലീസുകാരൻ അവൻ ലാപ്ടോപ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കേസ് എഴുതുന്നത്. ആ അവസ്ഥയാണ് സാർ. കമ്പ്യൂട്ടർ ഉള്ളത് പ്രവർത്തിക്കുന്നില്ല. സാർ, 500 പൗരന്മാർക്ക് ഒരു പോലീസ് എന്നതാണ് നിർദ്ദേശം. സാർ, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സാർ, ഇവിടെ CPOമാരുടെ സമരം. സാർ, അവർ തലമുണ്ടനം ചെയ്ത് മുട്ടിലെഴിഞ്ഞ് ചൈന പ്രദക്ഷിണം നടത്തി അവർ ഈ സമരം ചെയ്തു. സാർ, ഇവിടെ പോലീസ് അസോസിയേഷൻ്റെ ആവശ്യം, ജില്ലാ പോലീസ് മേധാവിമാരുടെ ആവശ്യം, സേനയിൽ ആളെ കൂട്ടണം. സാർ, ഈ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ളവർ പ്രിലിംസ് എഴുതി, മെയിൻസ് പാസ്സായി, കായികക്ഷമത പരിശീലനം കഴിഞ്ഞ ആ പരീക്ഷയും പാസ്സായി വന്നവർ അവരിവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ട് അവരിവിടെ ശയനപ്രദർശനം നടത്തുന്നു, മുട്ടിലഴയുന്നു, മുണ്ടനം ചെയ്യുന്നു, സർക്കാരിനോട് യാചിക്കുന്നു. കേൾക്കാൻ തയ്യാറായോ സാർ? അംഗബലമില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ പാവപ്പെട്ട അവരുടെ അമ്മമാർ കുടുംബം വന്ന് സമരം ചെയ്യുന്നു. അവർ നിരാശയോടുകൂടി ഇവിടുന്ന് മടങ്ങി പോകുന്ന സാഹചര്യം. സാർ, ഇവിടെ കുറേ ദിവസമായിട്ട് അസംബ്ലിയിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്ന ഒരു വാദഗതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്നത് കേരളത്തിലാണെന്നാണ്. സാറ്, മറ്റു പല സംസ്ഥാനങ്ങളിലും യൂണിഫോം ഫോഴ്സിന് PSC വഴിയല്ല നിയമനം. അവർക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡാണ്. പോലീസിലേക്കും മറ്റ് യൂണിഫോം ഫോഴ്സിലേക്കും അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കേണ്ടി വരുന്നത്. എക്സൈസ്, ഫയർഫോഴ്സ് ഒക്കെ പ്രത്യേക റിക്രൂട്ട്മെന്റ് ആണ്. ഫയർഫോഴ്സ്, ഫോറസ്റ്റ് ഒക്കെ. സാർ, ഇവിടെ ആ വാദം അംഗീകരിച്ചാൽ തമിഴ്നാട് പോലീസിൽ PSC വഴി എടുത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം 0. ഒരാളെ നിയമിച്ചിട്ടില്ല. കാരണം എന്താ? അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് ആളുകളെ നിയമിക്കുന്നത്. സാർ, ഇനി ആ ന്യായം പറഞ്ഞ് ആളുകളെ പറ്റിക്കരുത്. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസുകാരുടെ ആത്മഹത്യയിലേക്ക് പോകുന്ന കാര്യം എന്താണ് സാർ? ഇവർക്ക് ആരോഗ്യപരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? കുടുംബത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നും ഇവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം 16 മണിക്കൂർ ഡ്യൂട്ടി, 18 മണിക്കൂർ ഡ്യൂട്ടി. ഭാര്യയോടും മക്കളോടും പറയും ഇന്ന് ഒരുങ്ങി റെഡിയായിരിക്കുക, നമുക്ക് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകാം എന്ന് അവർ കാത്തിരിക്കുമ്പോൾ ഇയാൾക്ക് മേലുദ്യോഗസ്ഥൻ പറയുന്നു അടിയന്തരമായി വേറെ ജോലിക്ക് പോകണം. കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുന്നു. ഞാൻ സാർ പറയുന്നത് വളരെ, ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ട് ഒരു വരി പോലും പറയുന്നില്ല സാർ. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു. അത് വലിയ സംഘർഷമാകുന്നു, സമ്മർദ്ദമാകുന്നു, വിഷാദ രോഗമാകുന്നു. ചിലരൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ആത്മഹത്യ ചെയ്യുന്നു. ചില ആളുകൾ സാർ ഇവിടെ 148 പേരാണ് സാർ സമീപകാലത്ത് VRS എടുത്തു പോയി. ഇനി അപേക്ഷകളുണ്ട്. ഇപ്പൊ പോലീസ് അപേക്ഷ അംഗീകരിക്കുന്നില്ല. സാറ്, ഒരു DYSP 6 വർഷം കൂടി സർവീസുള്ള ഒരു DYSP VRS എടുത്ത് ഇപ്പൊ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ജോലി ചെയ്യാണ് സാർ. ഇതാണ് ഈ സേനയുടെ അവസ്ഥ. സാർ ഞാൻ എല്ലാവരോടും 2 മിനിറ്റ് നിർത്തി. സാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സെൻട്രൽ പോലീസ് ക്യാന്റീൻ അനുവദിച്ചത്. ശബരിമല ബസ് സൗജന്യമാക്കിയത്. GD സമയം 24 എന്നുള്ളത് 12 മണിക്കൂറാക്കിയത്. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ചത്. പറാവ് ഡ്യൂട്ടി ഉള്ള ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം സാർ അവരെ 5000 രൂപയായിട്ട് യൂണിഫോം അലവൻസ് വർദ്ധിപ്പിച്ചത്. ഇതൊക്കെ സാർ ആ കാലത്ത് ചെയ്തതാണ്. സാർ, ജോലി ചെയ്യുന്ന അന്തരീക്ഷം സാർ, ഈ മ്യൂസിയം സ്റ്റേഷനിൽ പോയി നോക്കണം സാർ. കുടിച്ചു മുറിയാണ് സാർ, ഇടുങ്ങിയ മുറികളാണ്. വനിതാ പോലീസുകാർക്കാണെങ്കിലോ അവർക്ക് കൃത്യമായ റെസ്റ്റ് റൂമില്ല. വനിതാ പോലീസുകാരിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് സാർ ഇപ്പോ കേൾക്കുന്നത്. രാഷ്ട്രീയ അതിപ്രസരം സാർ, ഇപ്പോ പോലീസ് സ്റ്റേഷനുകളുടെ ഹയറാർക്കി മാറി. രാഷ്ട്രീയക്കാര്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഒക്കെ കൺക്ലൂഡ് ചെയ്യാണ്, അതിൽ ഇടപെടുകയാണ്. CPM അനുഭാവികളല്ലാത്ത പോലീസുകാരുടെ പ്രതികാര നടപടികൾ എടുക്കുകയാണ്. സാർ, അങ്ങ് ഇടപെടുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, അപ്പുവും അമലുവും വിഷമിക്കരുത്, നന്നായി പഠിക്കുക, പോലീസിലല്ലാതെ ഏതെങ്കിലും ജോലി നേടിയെടുക്കുക.
അമ്മയെ നോക്കുക. ആത്മഹത്യ ചെയ്ത ജോബി ദാസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകളാണിത്. സാർ, ഇതിനേക്കാൾ വലിയൊരു റിപ്പോർട്ട് സർക്കാരിന് ആവശ്യമുണ്ടോ സാർ? സാർ, ഇനിയെങ്കിലും ഉണരണം, അടിയന്തരമായി നടപടിയെടുക്കണം. നാട്ടുകാരുടെ മുഴുവൻ പരാതി കേൾക്കുന്ന ഈ പോലീസുകാരുടെ പരാതി കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കണം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ, ഇവിടെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച പോലീസുകാരുടെ ആത്മഹത്യ, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സേനയിലുണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷെ നമുക്ക് ഓരോ ആത്മഹത്യയുടെയും കാരണമെന്തായിരുന്നുവെന്ന ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ സേനയിലുള്ള ചില പ്രശ്നങ്ങളും അവരുടെ സംഘർഷത്തിന് ചിലർക്കിടയാക്കിയിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മളാരും ഈ ആത്മഹത്യ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയോ അത് നിയന്ത്രിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നവരല്ല. സ്വാഭാവികമായും അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നത് ഗൗരവമായി തന്നെ ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സർ, ബഹുമാനായ അംഗത്തിന് യോഗയെക്കുറിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണയാണുള്ളത്. ഈ ജോലി ഉണ്ടായാൽ പിന്നെ യോഗ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിന്. സർ, പലവിധ തിരക്കുകൾക്കിടയിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ. ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് ബഹുമാനായ വിഷ്ണുനാഥ് ഇരുന്നല്ലോ, അവിടെ ഇരുന്നു കൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച്. അത് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ യോഗയെക്കുറിച്ച് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല. ആ യോഗ മാനസിക സംഘർഷം കുറക്കുന്നതിന് വലിയ തോതിൽ വഴിവെക്കുമെന്നുള്ളത് കൊണ്ടാണ് പോലീസിന് മറ്റെല്ലാ തരത്തിലുള്ള പരിശീലനവും ലഭിക്കുന്നതാണ്. യോഗ കൂടി അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ നോക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, സമയം ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ സമയം ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഡ്യൂട്ടിയിൽ കഴിയുന്നവർക്ക് യോഗ ചെയ്യാൻ അവസരം ഇല്ലാതില്ല, അത് ചെയ്യാൻ സാധിക്കും. ആ കാര്യം നമുക്ക് പ്രത്യേകമായി വേണമെങ്കിൽ ഏതെങ്കിലും യോഗാ വിദഗ്ധരെ വിളിച്ച് ബഹുമാനായ സ്പീക്കറോട് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു ക്ലാസ് എല്ലാവർക്കും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ പോലീസുകാർ ജോലികൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ്. സർ, ഏത് പോലീസ് സ്റ്റേഷനിലും ജോലിയെടുക്കുന്ന പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 8 മണിക്കൂർ ജോലി നമുക്ക് പൂർണ്ണമായി നടപ്പാക്കാനായിട്ടില്ല. ചില സ്റ്റേഷനുകളിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. അത് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പരിഷ്കൃത സമൂഹത്തിൽ 8 മണിക്കൂർ ജോലി എന്നിടത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ അപൂർവമായി വരുന്ന ഒരു ചീഞ്ഞളിഞ്ഞ മൃതശരീരം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടുന്ന് ആ മൃതശരീരത്തിനടുത്ത് നിന്ന് മാറിപ്പോകാൻ പോലീസുകാരന് കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? നമ്മൾ ഈയൊരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് ആ ഭാഗം അങ്ങനെ അവതരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്തരമൊരു ഡ്യൂട്ടി ഒഴിവാക്കാൻ കഴിയുന്നതാണ്. പോലീസിൻ്റെ ഡ്യൂട്ടിയിൽ അത് പെടേണ്ടതില്ല എന്ന് നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ അത് പോലീസ് ഡ്യൂട്ടിയുടെ ഭാഗമായി വരുന്നതാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പോലീസ് ഡ്യൂട്ടിയുടെ പ്രത്യേകതയുടെ നിലവെച്ച് അത്തരം ചില നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട്. സർ, ഇവിടെ സ്റ്റേഷനിലെ അംഗസംഖ്യ വർദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ന്യായമായ ആവശ്യം തന്നെയാണ്. അത് പൊതുവെ നമ്മുടെ സ്റ്റേഷനുകളിൽ എണ്ണം കൂടേണ്ടതുണ്ട്, പോലീസിൻ്റെ എണ്ണം ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
അത് സർക്കാർ തള്ളിക്കളയുന്നൊരു കാര്യമല്ല. പലപ്പോഴും അതിനനുസരിച്ചുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേഷനും കൃത്യമായി പ്രവർത്തിച്ചു പോകുന്നതിനാവശ്യമായ അംഗബലം നൽകണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും ആഗ്രഹം. അതിലൊന്നും മറ്റു തരത്തിലുള്ള ഒരു കടുംപിടുത്തം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ ജില്ലാ പോലീസ് മേധാവികൾ ആ ജില്ലയിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ സ്വാഭാവികമായി അവർ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആവശ്യമായത്ര സെക്യൂരിറ്റി എല്ലായിടങ്ങളിലും നൽകുന്നതിന് വേണ്ടിയുള്ള പോലീസുകാർ വേണമെന്നത് ശരിയാണ്. സർ, നമുക്ക് നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ CISF പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ചില കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് SISF സ്റ്റേറ്റിനൊരു പ്രത്യേക സെക്യൂരിറ്റി സംവിധാനം വേണമെങ്കിൽ നമുക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ തന്നെയുണ്ട്. അത് കുറച്ചുകൂടി വ്യാപിപ്പിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്തരം സ്ഥാപനങ്ങൾ അതിനുള്ള കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കാശ് കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ അത്തരം ആളുകളെ നമുക്ക് നിയോഗിക്കാവുന്നതാണ്. പോലീസിൻ്റെ ഡ്യൂട്ടി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പോലീസിനെയും നമുക്ക് നിയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ട്രാഫിക് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും മറ്റ് തരത്തിൽ അതിൻ്റെ കേസുകളും മറ്റും കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അതത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ്. അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അതേ രീതിയിൽ തന്നെ നിശ്ചയിക്കുക എന്താണ് കാണുന്നത്. ഡ്രൈവർമാരുടെ തസ്തിക ആകെ ഒഴിഞ്ഞു കിടക്കുകയല്ല, ചില തസ്തികകൾ ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. അത് സാധാരണ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നികത്തപ്പെടുന്നതാണ്. അതൊന്നും വലിയ തോതിൽ അംഗബലത്തെ ബാധിക്കുന്നൊരു കാര്യമല്ല. സ്റ്റേഷനുകളിൽ അവിടുത്തെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന പരിപാടി പണ്ട് കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടായതാണ്. ഇപ്പോൾ അങ്ങനൊരു പരിപാടിയില്ല. ഓരോ സ്റ്റേഷനിലും അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു തുക അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ആരും അവിടെ മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. സർ, ഇവിടെ ബഹുമാന്യായ അംഗം കാര്യങ്ങൾ മനസ്സിലാക്കുന്നയാളാണല്ലോ. പിന്നെ ഒരു പ്രതിപക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് ഭരണപക്ഷത്തെ ഒന്ന് കുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കാനാണ് ഇടയിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം. റാങ്ക് ലിസ്റ്റിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഭാവിയിലെ ഒഴിവടക്കം കണക്കാക്കി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി വലിയ നമ്പർ അവിടെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്? ഏത് റാങ്ക് ലിസ്റ്റിലും ഈ നിശ്ചയിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്താണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടയാളുടെ ഒരു ചിന്ത തെറ്റല്ലത്, ഞാൻ ജോലിക്ക് അർഹനായി എന്നാണ്, അല്ലെങ്കിൽ അർഹയായി എന്നാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആ ജോലി എനിക്കിപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ 100 ആളുടെ ലിസ്റ്റിൽ നിന്ന് 10 ആളെയാണ് എടുക്കുന്നതെങ്കിൽ 90 പേര് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ 10 എടുത്തിട്ട് എന്താ കാര്യം? 90 പേർക്ക് നിരാശയാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഈ 90ന് എടുക്കാൻ പറ്റുമോ? 10 എടുക്കാൻ പറ്റും, 10-നപ്പുറമില്ല. ഈ 10-ന് 100ൻ്റെ ലിസ്റ്റ് വേണോ? ഇതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ. അത് ബഹുമാനായ അംഗം മനസ്സിലാക്കാത്ത കാര്യമല്ല, പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരിക്കാം അത്. ഏതായാലും അതടക്കം കണ്ടുകൊണ്ടാണ് ഭാവിയിൽ വരുന്ന ലിസ്റ്റടക്കം, ഭാവിയിൽ വരുന്ന ഒഴിവടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന നില സ്വീകരിച്ചത്. PSC നിയമനം ഇവിടെ കൂടുതലാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായി. ഏതായാലും അതിനെ മറ്റൊരു മറുപടിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് നമ്മുടെ രാജ്യമാകെ അംഗീകരിക്കുന്നൊരു വസ്തുതയാണത്. നല്ല രീതിയിൽ PSCയുടെ നിയമനം ഇവിടെ നടക്കുകയാണ്. ഇവിടെ പോലീസുകാർക്ക് അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ അത് നിഷേധിക്കുക എന്ന നിലപാടല്ല പോലീസ് വകുപ്പിനോ സർക്കാരിനോ ഉള്ളത്. ആവശ്യമായ സൗകര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ പ്രത്യേക ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നാൽ ചിലപ്പോൾ അത്തരം പരിപാടികൾക്ക് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതാ ജോലിയുടെ സ്വഭാവമാണ്, അത് ഒരു പ്രത്യേകതയല്ല. ആ ജോലിക്ക് വരുന്ന ഒരു പ്രത്യേകതയുടെ ഭാഗമായി വന്നു ചേരുന്നതാണത്. ഇവിടെ VRS എടുത്തു പോകുന്നതൊക്കെ നമ്മുടെ
ഈ സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് മാത്രം കാണേണ്ടതില്ല. ഇപ്പോൾ IPSലുള്ള ആൾ VRS എടുക്കുന്നില്ലേ, IASകാർ VRS എടുക്കുന്നില്ലേ? അതൊക്കെ IAS വേണ്ടാന്ന് വെക്കുന്നതുകൊണ്ടാണ്. എത്ര ഉദാഹരണം പറയാൻ പറ്റും? നല്ല മികച്ച ഓഫീസർമാരായിരുന്ന ആളുകൾ VRS എടുത്ത് പോയിട്ടില്ലേ? അത് മറ്റ് ചില ആവശ്യങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ സൗകര്യം വേണമെന്ന് പറഞ്ഞത് ശരിയാണ്. ആ സൗകര്യം നല്ല രീതിയിൽ തന്നെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നു എന്നത് ശരിയല്ല. പോലീസിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് പൂർണ്ണമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ ഒരു ആവശ്യം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജോലികൾ പോലീസ് നിർവഹിക്കുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. കൃത്യസമയത്ത് ഭക്ഷണം, വിശ്രമം ഇതൊക്കെ സാധിക്കാത്ത നില വരുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ 1 മണിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മളെ സാധാരണ 1 മണിക്കല്ലേ ഭക്ഷണ സമയം, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ ചർച്ചയൊക്കെ നീണ്ടു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നില്ലേ? ചിലപ്പോൾ ആ സമയം കഴിഞ്ഞു പോകുന്നില്ലേ? ഓരോ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് വരുന്ന ചില ക്രമീകരണങ്ങളാണത്. ആ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ വിശ്രമം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ആഴ്ചയിൽ ഓഫ് കിട്ടേണ്ടതുണ്ട്. അർഹമായ അവധി ഉണ്ടാവണം. അതോടൊപ്പം സ്ട്രെസ്സ് കുറക്കുന്നതിനുള്ള കൗൺസിലിംഗ് ഉണ്ടാവണം. കൃത്യമായി പരാതി കേൾക്കാൻ പരിഹാരങ്ങൾ, ഇതെല്ലാം നല്ല രീതിയിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. പുതിയതരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വല്ലാതെ ഉരുത്തിരിഞ്ഞു വരികയാണ്. സൈബർ ക്രൈം, പൊതുജനങ്ങളുടെ സുരക്ഷ, വർദ്ധിക്കുന്ന ട്രാഫിക് നിയന്ത്രണം, പുതിയ നിയമങ്ങളിലെ മാറ്റം, ഇവയെല്ലാം കാരണം ജോലിഭാരം വർദ്ധിക്കുന്നു എന്നത് ശരി തന്നെയാണ്. ഇതിൽ നാം കാണേണ്ടത് അതനുസരിച്ച് അംഗബലം വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഭാഗമായി സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗിച്ച് ജോലിഭാരം കുറക്കാനും സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിനുള്ള നടപടികൾ സാമ്പത്തിക പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ മതിയായ ആളില്ലാത്ത സ്റ്റേഷനിൽ നിന്ന് ഓഫീസ് ജോലികൾക്കും മറ്റും ആളെ എടുക്കുന്നത് ഒഴിവാക്കണം എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇവിടെ ജോലിയുടെ ഭാഗമായി വരുന്ന സമ്മർദ്ദം അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. കഴിയാവുന്നിടത്തോളം ലഘൂകരിക്കാൻ സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്യുന്നതാണ്. ഇവിടെ ജോലി സമ്മർദ്ദം മൂലമോ കുടുംബപരമോ മാനസികമായ കാരണങ്ങൾ കൊണ്ടോ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകും. ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത്, അത് ലഘൂകരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം, അത് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നതാണ്. അങ്ങനെയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതൊരു വകുപ്പിൻ്റെ കാര്യമായി മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യം മാത്രമായിട്ടല്ല, പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള ഒരു കാര്യമായി തന്നെ എടുക്കുക എന്നതാണ് നാം കാണുന്നത്. ഇവിടെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ വല്ലാതെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ച് പോകാൻ പറ്റുമെന്നത് ഗവൺമെൻറ് കാര്യമായി നോക്കുന്നതാണ്. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം, ഒരു ആപൽ ബന്ധുവായിട്ടാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രളയകാലത്തും കോവിഡ് ഘട്ടത്തിലും എല്ലാം കണ്ടതാണ്. അത് പുതിയൊരു മുഖം പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ പോലീസ് സേനയെ കൂടുതൽ ആത്മവീര്യത്തോടെ പ്രവർത്തിക്കുന്നൊരു സേനയാക്കി മാറ്റുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട
ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് പോലീസുകാർ. സർ, അവർക്കുണ്ടാകുന്ന കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 88 പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ബഹുമാനപ്പെട്ട അവതാരകൻ ശ്രീ PC വിശ്വനാഥ് ഇവിടെ സഭയുടെ മുൻപാകെ അവതരിപ്പിച്ചത്. സർ, അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രസംഗം അതിൻ്റെ റൂട്ട് കോസ് തേടിയുള്ള ഒരു അന്വേഷണമായിരുന്നു. മുഖ്യമന്ത്രി അതിനെ ചെറുതായി കാണില്ല. അദ്ദേഹം ശവശരീരങ്ങൾക്ക് പോലീസ് കാവൽ നിൽക്കരുത് എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശവശരീരങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നുള്ള ഏറ്റവും ക്ലേശകരമായ ജോലി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒരു മനുഷ്യനാണോ ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ സംശയം തോന്നുന്ന തരത്തിലുള്ള ജോലിഭാരമാണ് അവരുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്യാൻ ഒരുപാട് ആളുകൾ ചെയ്യേണ്ട ജോലി കുറച്ച് ആളുകൾ മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ജോലിഭാരമാണ്. സാർ, അതിൻ്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം വിശദമായി സംസാരിച്ചത്. ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ, അവരുടെ അമിതമായ അവർക്ക് മീതെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടു പോകുന്നതിനെ ബാധിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സാധാരണക്കാരനെ അത് ബാധിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന ദേഷ്യവും പ്രയാസവും വിഷമവും എല്ലാം അങ്ങോട്ട് പോവുകയാണ്. സാർ, ഇതെല്ലാം ഇതൊരു പഴയ കാലത്തല്ല. പഴയ റോഡിലൂടെ പോലീസുകാരൻ ഇറങ്ങിയാൽ ഓടി ആളുകൾ വീടിനകത്തേക്ക് കയറുന്ന, കുട്ടികൾ പേടിച്ചോടുന്ന പഴയ കുട്ടമ്പിള്ള പോലീസിൻ്റെ കാലമല്ല ഇത്. ഇത് റിഫൈൻഡ് ആയിട്ടുള്ള പോലീസാണ്. ലോകം മുഴുവൻ ആളുകളുടെ ബന്ധുക്കളായി നിന്നുകൊണ്ട് ക്രൈം ഇല്ലാതാക്കാൻ നോക്കുന്ന ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തി ജനങ്ങളുടെ കൂടപ്പിറപ്പായി നിൽക്കുന്ന സംവിധാനമാണ് ലോകത്തിൽ എല്ലായിടത്തുമുള്ള പോലീസ്. ആ പഴയ രീതിയിലാണോ സാർ നാം ഈ പോലീസിനെ നേരിൽ കാണേണ്ടത്? അവർക്കുണ്ടാകുന്ന ഈ അമിതമായ ജോലിഭാരം അവരുടെ ജോലിയെ എങ്ങനെ ബാധിക്കുന്നു, അവർ ചെയ്യുന്ന ജോലിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലല്ലേ വേണ്ടത്? അതിനെ ഒരു പോലീസിൻ്റെ ആത്മവീര്യം കളയാൻ വേണ്ടിയിട്ട് ചെയ്താണോ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇതൊരു കണക്കല്ലേ? ഇത്രമാത്രം ആളുകൾ സമ്മർദ്ദത്തിലാകുന്നു, ഇത്രമാത്രം ജോലി ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത്. സർ, ഇവിടെ പറഞ്ഞല്ലോ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? 2023 ഡിസംബർ 7 ഈ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെ നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ആവശ്യത്തിന് അവധിയടക്കം കുടുംബാംഗങ്ങൾക്കൊപ്പം ആഘോഷവേളകൾ ചെലവിടാൻ പോലീസുകാർക്ക് അവസരം നൽകണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അപ്പോൾ മനസ്സിലാക്കണം, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല, അവധി കൊടുക്കുന്നില്ല, അവധി തീരെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് മേധാവി സർക്കുലർ പുറപ്പെടുവിച്ചത്. മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മുഖ്യമന്ത്രിയുടെ അതൊക്കെ ഒരു കുഴപ്പമില്ല, അതെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അത് തന്നെ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നില്ല, കുടുംബത്തിലെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യത്തിന് പോലും അമ്മ സുഖമില്ലാതെ ക്യാൻസർ രോഗിയായി കിടന്നിട്ട് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു അവധി ചോദിച്ചിട്ട് കൊടുക്കാത്ത ആത്മഹത്യ ചെയ്ത പോലീസുകാരുണ്ട്. ഭാര്യ പ്രസവിക്കാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോകാതെ ഭാര്യയ്ക്ക് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് അവധി ലഭിക്കാതെ ഇരുന്നതിന് സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ തലചുറ്റി വീണ പോലീസുകാരൻ്റെ കഥയുണ്ട്. ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല, അത് പോലീസ് സേനയിൽ മേധാവി അത് മനസ്സിലാക്കിയിട്ടാണ്. ആ സർക്കുലർ വായിച്ചാൽ അറിയാം. ആ സർക്കുലറിൽ തന്നെ ഈ ഒരു ഫൈൻഡിങ് ഉണ്ട്, ഇതാണ് സംഭവം. പക്ഷെ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഈ സർക്കുലർ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം പോലീസ് സേനയിൽ ഉണ്ടായോ? ട്രെയിനിങ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടാകേണ്ടി വരും, പല രീതിയിലുള്ള മാറ്റം ഉണ്ടാകേണ്ടി വരും. മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അവരുടെ കീഴിലേക്ക് കൊടുക്കുകയാണ്. എന്നോടൊരു ഉദ്യോഗസ്ഥൻ ഒരു ഒരു വോയിസ് കേൾപ്പിച്ചു തന്നു. ഒരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞ ചീത്തയാണ്, കേട്ടാൽ ചെവി പൊട്ടിപ്പോവും. ഇത് കേൾക്കുന്ന ഇയാൾ ഇത് ആരോടാ പറഞ്ഞു തീർക്കുന്നത്?
പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വന്നവനോ അവൻ്റെ മെക്കിട്ടാണ് കയറുന്നത്. ഇത് മുകളിൽ നിന്ന് കിട്ടുന്നത് താഴേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് ക്യാമ്പിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ ശാസ്ത്രീയമായ ആധുനികമായ സങ്കേതങ്ങളല്ല ഉപയോഗിക്കുന്നത് എന്നാണ്. സർ, അനധികൃതമായ സ്ഥലം മാറ്റങ്ങൾ ഓരോരുത്തരല്ലേ ഇടപെടുന്നത്. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാതെ അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്. സാർ, പോലീസിലെ ഹൈറാർക്കിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുമോ? SP നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളല്ലേ. നിങ്ങളുടെ SHOമാരെ നിയന്ത്രിക്കുന്നത് ആരാ? ഏരിയ കമ്മിറ്റികളല്ലേ. സാർ, എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി, എത്രയോ സംഭവങ്ങൾ. നാഷണൽ ഹൈവേയിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നാഷണൽ ഹൈവേയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി ചില്ലുകല്ല് പൊളിച്ചു. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ ഏത് ക്രിമിനലാന്ന് ചോദിച്ചു. അപ്പോൾ അയാളുടെ പേര് പറഞ്ഞു, ഇന്നയാളാണ്. അയ്യോ, അതാണെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ സ്ഥലം വിട്ടു പോയിക്കോ, അത് ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നോ. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഞാൻ കാണിച്ചു തന്നെ വാർത്ത. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ SHO ഉപദേശിച്ചു, ഇയാൾക്കെതിരായിട്ടാണെങ്കിൽ, ഈ ക്രിമിനലിനെതിരായിട്ടാണെങ്കിൽ കേസും പരാതിയൊന്നും നൽകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അയാളെ സംരക്ഷിക്കാൻ വേറെ ആളുണ്ടെന്ന്. ചാലക്കുടിയിൽ നിങ്ങളുടെ ഒരു പാർട്ടിക്കാരൻ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് ആ ഗ്ലാസ് തല്ലി പൊളിച്ചില്ലേ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ആരവനെ ഇറക്കിക്കൊണ്ടുപോയത്? പോലീസ് ജീപ്പിൽ നിന്ന് ഏരിയ സെക്രട്ടറി. ആ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്തോ? അവിടെ ചെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ചല്ലോ, ആ ചാലക്കുടി SIയെ റോഡിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന്. നിങ്ങളൊരു നടപടിയെടുത്തോ? എന്നിട്ട് പറയാണ് ബാഹ്യമായ ഇടപെടലുകൾ ആ പോലീസിൽ ഇല്ല. മുകളിലുള്ള ആളുകൾ പറഞ്ഞാലല്ല കേൾക്കുന്നത്, താഴെ പോലീസ് സ്റ്റേഷനിൽ ഇടപെടുന്ന ആളുകൾ പറയുന്നതാണ്. ക്രിമിനലുകൾക്ക് അദ്ദേഹം പറയട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ് പ്ലീസ്. യെസ് പ്ലീസ് അവിടെ ഇരിക്കെ. പ്ലീസ് യെസ് അവിടെ ഇരിക്കെ. അദ്ദേഹം സംസാരിക്കട്ടെ. നിങ്ങൾ അവിടെ ഇരിക്ക്, അവരിരുന്നോളും, നിങ്ങൾ ഇരിക്ക്, ബഹളം ഉണ്ടാക്കല്ലേ. പ്ലീസ് ഒന്ന് അവിടെ ഇരിക്കെ. യെസ് അവിടെ ഇരിക്കെ. അദ്ദേഹം സംസാരിക്കട്ടെ. അവിടെ ഇരിക്കെ. യെസ് അവിടെ ഇരിക്കെ. സർ, ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചവരാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക്, സ്വർണം പൊട്ടിക്കലുകാർക്ക്, മയക്കുമരുന്ന് സംഘങ്ങൾക്ക് എല്ലാം ഈ സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ ഹൗസിൽ പറഞ്ഞപ്പോൾ ബഹളമുണ്ടാക്കിയ ആളുകളാണ് ഇന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പൊളിറ്റിക്കൽ പേട്രണേജിനെ കുറിച്ച് ഗൗരവത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയണ മാരുതിക്കാരന്റെ കാര്യം പറയണ്ടല്ലോ. അദ്ദേഹം കൺക്ലൂഡ് അവസാനിപ്പിക്കട്ടെ. സാർ, അപ്പോ ആ പൊളിറ്റിക്കൽ പേട്രണേജ് ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ഒരു നാട്ടിൽ പോലീസിന് എന്താ സാർ ജോലി? ഞാൻ മുഖ്യമന്ത്രിയുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റാണ്, ഒരു ബാഹ്യ ഇടപെടലും കേരളത്തിലെ പോലീസിലില്ല എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. പിന്നെ സാർ, PSCയുടെ കാര്യം അങ്ങ് പണ്ട് മുതലേ എടുക്കുന്നൊരു നിലപാട്. അങ്ങ് വന്നതിന് ശേഷം ഈ PSC സമരങ്ങൾ കഴിഞ്ഞതിന് ശേഷം PSC ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കിയല്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ വന്ന ഒരു പരാതി ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. 32 വേക്കൻസി ഉണ്ട്, മൊത്തത്തിൽ റിപ്പോർട്ടഡ് വേക്കൻസി ഉണ്ട്. അതിൻ്റെ ലിസ്റ്റിൽ 20 പേരുണ്ട്. വെട്ടിച്ചുരുക്കി സാർ. എന്നിട്ട് അതിൽ അർഹതപ്പെട്ട ആളുകൾക്കാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചതാണ്. എന്നിട്ട് ആളുകൾ അത്രയുള്ള വേക്കൻസി പറഞ്ഞിട്ടുള്ളൂ, വെട്ടിച്ചുരുക്കാൻ പറഞ്ഞ് ഇപ്പോൾ വെട്ടിച്ചുരുക്കുക. സാർ, ഇവിടെ ഈ പോലീസ് ലിസ്റ്റിൽ വന്ന ആളുകൾ ഇവിടെ സമരം നടത്തുമ്പോൾ അവർ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കേരളത്തിലെ ഓരോ പോലീസ് ജില്ലകളിലും ഉള്ള റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസികളുടെ ലിസ്റ്റുമായിട്ടാണ് അവർ സമരം ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെയല്ല, എല്ലാ സാങ്ഷൻഡ് പോസ്റ്റിലും ആളുകളെ വെച്ചു എന്ന അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസിയുള്ള
ഫില്ല് ചെയ്യാത്ത വേക്കൻസികൾ നിരവധി പോലീസ് ജില്ലകളിലുണ്ട്. അങ്ങോട്ട് റിപ്പോർട്ട് 20 ജില്ലകളിലെയും പോലീസ് മേധാവികളിൽ നിന്ന് വാങ്ങിക്കേ. ഈ ലിസ്റ്റിൽപ്പെട്ടവർ പറയുന്നത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. പക്ഷേ അങ്ങേപ്പോലെ ഒരാൾ ഇത്തരമൊരു ലിസ്റ്റിനെ ആകെ കുറ്റപ്പെടുന്നത് ശരിയല്ല. കാരണം ഒഴിവുള്ള തസ്തികകളാണ് സാധാരണഗതി, ഒഴിവുള്ള സീറ്റാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒഴിവ് നിശ്ചിത തീയതി മാത്രമല്ല, ഭാവി കൂടി കണക്കാക്കി എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന നിലയാണ് ഈ പോലീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, അതങ്ങ് മനസ്സിലാക്കണം. ലിസ്റ്റിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത്, ലിസ്റ്റിൽ വന്നതിന് ശേഷവും 20 പോലീസ് ജില്ലകളിലെയും ഉള്ള വേക്കൻസികൾ ഉണ്ട് എന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്താലല്ലേ അഡ്വൈസ് മെമ്മോ കിട്ടുള്ളൂ. അങ്ങനെയുള്ള 100 കണക്കിന് വേക്കൻസികളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നുള്ള ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് മാത്രമല്ലല്ലോ, ഇവിടെ അഡീഷണൽ ജോലി, ഞാൻ വിശ്വനാഥ് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. കാരണം ഒരു 20 കൊല്ലം മുമ്പ് ഉണ്ടാകാത്ത, അന്നുണ്ടായിരുന്നതിൻ്റെ ഒരു 100 ഇരട്ടി ജോലികൾ പുതിയതായി പോലീസിന് വരികയാണ്. പുതിയ ജോലികൾ. ഇപ്പോൾ സൈബർ ക്രൈമിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാം നോക്കണം. കുറ്റാന്വേഷണവും നടത്തണം, ലോ ആൻഡ് ഓർഡറും നോക്കണം, സൈബറും നോക്കണം. എല്ലാവരും എല്ലാം നോക്കേണ്ട ഒരു വല്ലാത്ത, ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ഒരു സംവിധാനമാണ് പോലീസിനുള്ളത്. അത് നിങ്ങൾ ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രം രൂപപ്പെട്ടു വന്നാന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ 8 വർഷമായിട്ട് നിങ്ങളാണ് അധികാരത്തിലിരിക്കുന്നത്. അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡായി, ഏറ്റവും സങ്കീർണമായി നമ്മുടെ ക്രമസമാധാനത്തെയും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക എന്നുള്ള പ്രഥമമായ ജോലി നിർവഹിക്കുന്നതിനെ വരെ ബാധിക്കുന്ന തരത്തിൽ അത് ഗൗരവമായി പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം സാർ നമ്മൾ അറിയണം. ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറോട് പറയാണ്, ഈ ലെജിസ്ലേച്ചറിലുള്ള പോലീസ് സംവിധാനത്തെക്കുറിച്ചും ഇഷ്ടം പോലെ പരാതി മേലുദ്യോഗസ്ഥന്മാരെ കുറിച്ച് പോയിട്ടുണ്ട്. പരാതികൾ അത് അങ്ങയുടെ കൺട്രോളിലുള്ള കാര്യമല്ല, ഇഷ്ടം പോലെ പരാതികൾ. ഞാൻ പോയ ഒരു പരാതി, അവരെല്ലാവരും കൂടി കൂട്ടമായ ഒരു പരാതി കണ്ടപ്പോൾ വിഷമിച്ചു പോയി. വളരെ മോശമായ രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയുള്ള വാച്ച് ആൻഡ് വാർഡിൻ്റെ 100 ഇരട്ടി ജോലി ചെയ്യുന്നവരാണ് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാർ. സാർ, അപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളി നീക്കാതെ ഗൗരവതരമായി ഒരു പോലീസിൻ്റെ അകത്ത് ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ആ ജോലി ഭാരത്തെ കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഈ വിഷയങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് എല്ലാം നന്നായി പോവുകയാണ്, ഒരു നടപടി എടുത്തിട്ടില്ല. ഈ പറഞ്ഞ വിഷയം ഇത് വളരെ വിഷു പറഞ്ഞതുപോലെ ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വളരെ ഗൗരവതരമായ ഒരു കാര്യം പോലീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണം. ഒരു നടപടി എടുത്തിട്ടില്ല. വളരെ ക്ലിയറാണ്, ഒരു നടപടി എടുത്തിട്ടില്ല. ഇതുകൊണ്ട് സാർ, ആ നടപടി എടുക്കാത്തതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. നടപടി എടുക്കാൻ സർക്കാരിന് പ്രേരണ നൽകണം എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിൽ നടപടി ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സർ, മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനത്തിന് വിധേയമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് സർ, ഉമേഷ് എന്ന് പറയുന്ന ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എഴുതിയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരൊറ്റ വരി നോക്കിയാൽ മതി. അതൊരു കടന്ന വരിയാണ്. ശമ്പളം കിട്ടാതെയും അവധി നൽകാതെയും നിരന്തര പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്താൽ ആ വാർത്ത കേൾക്കുമ്പോൾ പട്ടി ചത്തു എന്ന് കേൾക്കുന്നതിനപ്പുറം എന്തെങ്കിലും വികാരം അയാളെ പട്ടിണിക്കിട്ട ഏമാനും ശിങ്കിടികൾക്കും ഉണ്ടാകുമോ എന്നും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ മൂലം എന്നല്ലാതെ എന്തെങ്കിലും നേതാവിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുമോ എന്നാണ് ഉമേഷ് ചോദിച്ചത്. അപ്പോൾ ഉമേഷിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഉമേഷ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് പ്രതികാരം നടത്തി 2 മാസം ശമ്പളം കൊടുത്തില്ല, ഭക്ഷണത്തിനും മക്കളുടെ പഠനത്തിന് പോലും ഞാൻ പ്രയാസം അനുഭവിക്കുകയാണ് എന്ന് ഉമേഷ് പറയുകയാണ്.
സർ, ഇതാണ് സർ പറഞ്ഞത്. ധാരാളം പ്രശ്നങ്ങൾ പോലീസ് സേനയിൽ ഉണ്ട്. അതിൽ പ്രധാനമായും ജോലിഭാരമാണ്. അതിന് പുറമെ മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്ന ഈ പ്രവണതയാണ്. സർ, നമുക്കിവിടെ ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ടായി. പോലീസുകാരുടെ ആത്മഹത്യയും സ്വയം വിരമിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവേഷണം നടത്തുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടിട്ടാണ് പോലീസ് റിസർച്ച് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇതുവരെ അത് ആരംഭിച്ചിട്ടില്ല. കെട്ടിടം പണിത് 2 വർഷമായിട്ടും വൈദ്യുതി പോലും ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. സാർ, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോക്കണം, അത് പ്രവർത്തനം ആരംഭിച്ചു എന്ന്. നമുക്കറിയാം 2016 റിപ്പോർട്ടിൽ ഒരു പൗരന് 500 പൗരന്മാർക്ക് ഒരു പോലീസ് വേണമെന്നുള്ളിടത്ത് 656 പൗരന്മാർക്ക് ഒരു പോലീസ് എന്ന ശരാശരിയാണുള്ളത്. 2016 റിപ്പോർട്ട് പ്രകാരം തന്നെ 8000 പോലീസുകാരുടെ അഭാവമുണ്ട്. സർ, അപ്പോൾ ഒന്നുകൂടി പഠനം നടത്തി എത്ര പോലീസ് ആവശ്യമാണ്, എത്ര പേരുടെ കുറവുണ്ട്, ഇതിനെ വിന്യസിക്കുമ്പോൾ ഏത് രീതിയിൽ വിന്യസിക്കണം, എവിടെയൊക്കെയാണ് വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ പോലീസിനെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതടക്കം നോക്കി അവരെ അവരുടെ ജോലിയിലേക്ക് തിരിച്ചയക്കുക. അല്ലെങ്കിൽ അങ്ങയുടെ കൂടെയുള്ളവർ തന്നെ മാനസിക സമ്മർദ്ദത്തിൽ വഴി പോരുന്നവരെയൊക്കെ അടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ കക്ഷിയും ഇറങ്ങിപ്പോകും. ഗൗരവതരമായ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകത്തിൽ പ്രതിഷേധിച്ച് ഞാൻ എൻ്റെ കക്ഷിയെ നോക്കുന്നു. സാറ്, കേരളത്തിൽ 88 പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നത് വളരെ ഗൗരവമായി തന്നെ സർക്കാർ നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് പോലീസിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കുറവ് തന്നെയാണ്. പോലീസിൻ്റെ അട്രോസിറ്റീസ് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വരുന്ന അമിതമായ സമ്മർദ്ദം പോലീസ് സാധാരണക്കാരിലേക്ക് പാസ് ഓവർ ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ ടൂറിസം പോലീസ് പല സ്ഥലത്ത് നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ അതുപോലും ഉണ്ടാവാറില്ല. ട്രാഫിക് നിയന്ത്രിക്കാൻ പലപ്പോഴും റൂറൽ ഏരിയയിൽ പോലീസുകാരുടെ അഭാവം വളരെയേറെയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ മറ്റു തരത്തിൽ ആരെങ്കിലും ക്രമീകരിച്ച് ട്രാഫിക് വാർഡന്മാരൊക്കെ ക്രമീകരിച്ച് വിടുന്നതാണ് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. പോലീസിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കുറവ് ഇവരുടെ ജോലിയെ സാരമായ നിലയിൽ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. 91 MK ജോസഫ് കമ്മീഷൻ്റെ ശേഷം ഈ മേഖലയിൽ ആധികാരികമായ ഒരു പഠനം ഗവൺമെൻറ് നടത്തിയിട്ടില്ല എന്നതും ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഉണ്ടാകുന്നത് അമിതമായ രാഷ്ട്രീയ ഇടപെടലുകളും പോലീസിന് രാഷ്ട്രീയവൽക്കരിച്ചതും അവർ അമിതമായ ജോലിഭാരവും ഈ ആത്മഹത്യകൾ വർദ്ധിപ്പിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുക. അതായത് നീതി നിഷേധിക്കപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് സാർ ഭൂരിഭാഗം പോലീസുകാരും. ഈ സേനയിലുള്ള സമ്മർദ്ദങ്ങൾ വലിയ തോതിൽ അനുഭവിച്ച് ആണ് അവരുടെ കൃത്യനിർവഹണം നിർവഹിക്കുന്നത്. സാർ, യുവാക്കളുടെ അഭിമാനമായി കരുതുന്ന SI കുപ്പായം അഴിച്ചുവെച്ച് ഹവിൽദാറായി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങൾ കിരൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. ഇതൊക്കെ കാണിക്കുന്ന ഈ സേനയിലുള്ള സമ്മർദ്ദങ്ങളാണ്. ഈ വിഷയം ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ടാണ്.